ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ എറണാകുളം പോവുകയാണ് കേട്ടോ. വണ്ടർലയിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോവുക കേട്ടോ. അപ്പോൾ രാവിലെ പുലർച്ചെ 5 മണിക്ക് തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇറങ്ങാം. 2 വീലറാണ് റോഡിലേക്ക് പോയത്. എന്നിട്ട് അവിടെ ഒരു അമ്പലത്തിനടുത്ത് വണ്ടിയൊക്കെ വെച്ച് അപ്പോൾ ഒരു അമ്മച്ചിട്ട് ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. ചായ മാത്രമേ അവിടെയുള്ളൂ. ഒരുപാട് പേര് ചായ കുടിക്കുന്നുണ്ട്. അവിടെ പോയി ചായ കുടിച്ചു. പിന്നെ വണ്ടിയിലൊക്കെ കയറി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവരൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരും കൂടി സ്ക്രീനെ നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ആലപ്പുഴയൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാട്ടോ കയറിയത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ എനിക്ക് അറിയുന്നവർ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് അറിയാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അമലാണ്. അമൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാച്ചിലറായിട്ട്. നല്ല ഫണ്ണാണ് കേട്ടോ ആൾ. നല്ല കോമഡിയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ആളുടെ കൂടെ. ശ്രീ അവനോട് പറയാണ്, എൻ്റെ കൊച്ചൊരു ചാനൽ തുടങ്ങിയിട്ട് നീ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എൻ്റെ ചാനൽ. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. അപ്പോൾ ശ്രീ ഇങ്ങനെ എടുത്ത് ചെയ്തതാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ചെയ്തോട്ടെ, വീഡിയോസ് കണ്ടിട്ട് തന്നെ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. ഇത് ആമിനയാണ്. ആമിന അവിടെ AC എന്തോ പണി ചെയ്യണം കേട്ടോ. അത് AC കറക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടിഷ്യൂ ഒക്കെ എടുത്ത് അത് തിരികെ വെക്കുന്നുണ്ട് കേട്ടോ. അവള് ബുദ്ധിമതിയാണ് വഴി. ആമിന നല്ലൊരു അടിപൊളി ഡാൻസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം എറണാകുളം എത്താനായിട്ടുണ്ട്. അങ്ങനെ വണ്ടർല എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോൾ തന്നെ എത്തി കേട്ടോ. ഇവിടെ 11 മണിയൊക്കെയാണ് സ്റ്റാർട്ടിങ്. ഈ സമയമാകുമ്പോഴത്തേക്കുമാണ് എല്ലാവരും വരും കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് വന്ന് തുടങ്ങുന്ന സമയമാണ്. ബസ്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഒരു ടൂറിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു ദിവസം ഫുള്ള് കൊണ്ടൊന്നും നമ്മൾ എല്ലാ റൈഡിലും ഒന്നും കയറി കഴിയത്തില്ല. ഞങ്ങൾ തന്നെ കുറേയൊക്കെ കയറി, എന്നിട്ട് ഒരുപാടെണ്ണം ബാലൻസ് ആയിരുന്നു. കാരണം അത്രയൊന്നും നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റത്തില്ല ഒരു ദിവസം കൊണ്ടൊന്നും. അത്രയും ഉണ്ട് കേട്ടോ. ഒരുപാട് സംഭവമുണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ് ആയാലും അഡ്വഞ്ചർ ആയാലും എല്ലാം ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ബൊമ്മകളുടെ ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയൊരു ഗെയിമാണിത്. പൈസ കൊടുക്കണം. അപ്പോൾ ഒരു ബോൾ ഇട്ടാൽ 150 രൂപ, 3 ബോൾ ഇടണമെങ്കിൽ 300 രൂപ, അങ്ങനെയാണ് കേട്ടോ. ശ്രീ ബോൾ ഇട്ട് ഒരു 300 രൂപ കളഞ്ഞിട്ടുണ്ട്. കാരണം ബോളൊന്നും അതിൽ വീഴത്തില്ല കേട്ടോ. ഇതൊരു പ്രത്യേക തരം ഒരു ഗെയിമാണ്. പൈസ പോകാനായിട്ടുള്ളൊരു ഗെയിം. അത് കിട്ടൽ കുറവാണ്. അതൊരു നാക്കിലിട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓരോ റൈഡിലേക്ക് കയറാമെന്ന് കരുതി. സ്ത്രീക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്ത്രീ അങ്ങനെ ഹൈറ്റുള്ളത് അതേപോലെ കുറച്ച് പ്രശ്നമുള്ളതിലൊന്നും കയറത്തില്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് തന്നെ 1-2 കയറിയെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇതിലാട്ടോ കയറിയത്. ഇതിൽ ഞങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം സെറ്റായിരുന്നു. ഓവർ പേടിക്കാനൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് പ്രശ്നമായിരുന്നു. സ്ത്രീ കുറച്ച് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിർബന്ധിച്ചിരുത്തിയതായിരുന്നു. കുറച്ച് സ്ത്രീ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ പോയില്ല. സ്ത്രീക്ക് ഇഷ്ടമുള്ളൊരു കയറിക്കോട്ടെ എന്ന് കരുതി. വീട്ടിലുള്ളവർ വെറുതെ നിർബന്ധിക്കാമല്ലോ. പിന്നെ എന്താ ഈ ഒരു കുട്ടി ട്രെയിനാട്ടോ. ഇതും വലിയ സീനൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കുട്ടികളൊക്കെ കയറുന്ന ഒരു സാധനമാണ്. ഇത് കുറച്ചിങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ നടക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും കയറാൻ പറ്റും. നെക്സ്റ്റ് ഇതിലാട്ടോ കയറിയത്. ഇത് ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഇതെനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ കയറി എല്ലാത്തിലും. ഇത് ഭയങ്കര എന്താ പറയുക, ഞാൻ സ്ത്രീനെ നിർബന്ധിക്കാത്ത എനിക്ക് ഭാഗ്യം പോലെ തോന്നി കേട്ടോ. കാരണം അത് നന്നായിട്ട് പേടിക്കുമായിരുന്നു. ഇത് കുറച്ച് സീനായിരുന്നു.
ഞങ്ങൾ ഇതിൽ കയറുന്ന സമയത്ത് ശ്രീയും ആകാശെല്ലാം പോയിട്ട് വണ്ടിയിലൊക്കെ കയറി കാറൊക്കെ ഓടിച്ച് കളിക്കലായിരുന്നു പരിപാടി. അവർ സിമ്പിളായിട്ടുള്ള സാധനങ്ങളിലൊക്കെ പോയി കയറി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും ഓരോരുത്തർ ഓരോ ഫുഡാണ് കഴിച്ചത്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങളൊരു വെള്ളത്തിലേക്ക് ചാടുന്ന സ്ഥലത്തിലേക്കാണ് പോയത്. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പല സംഭവം അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ശ്രീയും എല്ലാത്തിലും കയറി ഓടിപ്പാഞ്ഞ് കയറി വീണ്ടും ഒക്കെ കയറുന്നുണ്ടായിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാട്ടർ ആക്ടിവിറ്റീസൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറാൻ പറ്റുന്നതിലൊക്കെ കയറി. പിന്നെ അധികം തിരക്കുള്ളതിലൊന്നും അങ്ങനെ ക്യൂ നിന്ന് കയറാനൊന്നുമില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഞങ്ങളാണ് പോകേണ്ടത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, പേടിച്ചിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും പല വഴിക്കായി പോയിട്ടോ. അപ്പോൾ സ്ത്രീക്ക് ഏകദേശം വെള്ളത്തിലൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ അടുത്ത് ചായ കുടിക്കേണ്ട സമയമായി. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരാൾ കോഫി വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊരു കോഫി വാങ്ങി. ഇന്നലെ ഒരു അടിപൊളി കോഫി കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിന്ന് കോഫി കുടിക്കണമെങ്കിൽ 35 രൂപ കൊടുക്കണം കേട്ടോ. ഭയങ്കര റേറ്റാണ് ഇവിടെ എല്ലാ സാധനത്തിനും കേട്ടോ. ഇവിടെ നിന്നൊന്നും കഴിക്കൽ നടക്കില്ല. കഴിക്കൽ മാത്രമല്ല, ഒന്നും വാങ്ങലും നടക്കില്ല. എല്ലാത്തിനും ഭയങ്കര റേറ്റ്. ഒരു ചായയും കടിയും കൂടെ 60 രൂപ, 65 രൂപ, 70 രൂപ, പല റേറ്റാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഫാമിലി പൂളാണ് കേട്ടോ. ഇതിൽ കുറേ കുട്ടികളും ഫാമിലീസാണ് കൂടുതലുണ്ടാവുക. കാരണം ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. സിമ്പിളായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് നടക്കാം. ഞാനും ഫ്രീയൊക്കെ ഇതിലൊക്കെ കയറി. ഞങ്ങളുടെ കൂട്ടുള്ളവരൊക്കെ പല സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ആരും ഇപ്പോൾ ഒരുമിച്ചല്ല ഉള്ളത്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഏകദേശം മടുത്തു. കുറേ നടന്ന് ഒക്കെ ആയിട്ട് മടുത്തു. ശ്രീ അടുത്ത ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്രാമത്തെ ചായ എന്നറിയോ? പിന്നെ എനിക്ക് ഈ സ്വീറ്റ് കോൺ വാങ്ങി തന്നു. എനിക്കിപ്പോൾ എന്താണെന്നാൽ ഈ കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ പോയപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങി കഴിച്ചു. ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഞങ്ങൾ മെല്ലെ കയറാമെന്ന് കരുതി. മടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയും വേണമെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം കയറിയപ്പോൾ നല്ലൊരു മഴയും പെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാമെന്ന് കരുതി. ഓരോരുത്തർ വന്നു. ഏകദേശം 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റ്, മഴയൊന്നുമില്ല, നല്ല അടിപൊളി കാറ്റ് കേട്ടോ. ഇത് ഷുട്ടു അമ്മ, ഇത് ഷുട്ടു ഗീതു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന വേറൊരു വൈബ് തന്നെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് എല്ലാവരുടെയും കൂടി പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം 7:20 ആയത് ആ സമയത്തിലായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ വണ്ടർലായുടെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ തിരക്ക് കൂട്ടുന്നു ഇവിടുന്ന്. ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു 3.5 മണിക്കൂർ എടുക്കും കൊല്ലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.